ഇപ്പോൾ എം സ്വരാജ് 202 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താനായിട്ട് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എം സ്വരാജ് പോളിംഗ് ബൂത്തിൽ എത്തിക്കഴിഞ്ഞു. ഇതുവരെയും അദ്ദേഹം കാര്യമായി പ്രതികരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ അച്ഛനും കൂടി ഒരുമിച്ചാണ് 205 നമ്പർ ബൂത്തിലേക്ക് എത്തിയത്. അവിടെ എത്തി വോട്ട് രേഖപ്പെടുത്താനായി പോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങൾ. ആദ്യം വോട്ട് രേഖപ്പെടുത്തുന്ന ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി എം സ്വരാജ് ആണ്. എം സ്വരാജ് അച്ഛനോടൊപ്പം അവിടെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്താനായിട്ട് വരുന്നു. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ ആവേശം കൊടുമുടിയോളം ഉയർത്തിയ സ്ഥാനാർത്ഥികളാണ് എല്ലാവരും എന്നത് തന്നെ നമ്മൾ പറയണം. അതിൽ ആര്യാടൻ ഷൗക്കത്തും എം സ്വരാജും മോഹൻ ജോർജും PV അൻവറും വ്യത്യസ്ത കാരണങ്ങളാൽ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ സ്ഥാനാർത്ഥികളാണ്. അങ്ങനെ എം സ്വരാജ് വോട്ട് രേഖപ്പെടുത്താനായി 202 നമ്പർ ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു. എം സ്വരാജിന്റെ വിരലിൽ അടയാളം രേഖപ്പെടുത്തി അങ്ങനെ സ്ലിപ്പ് കൊടുത്ത് എം സ്വരാജ് അടുത്ത പോളിംഗ് ഓഫീസർക്ക് സ്ലിപ്പ് കൈമാറി ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താനായി പോകുന്നു. നിർണായകമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ട് രേഖപ്പെടുത്താനായി ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് ഇപ്പോൾ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. 3ാമത്തെ നമ്പറാണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എം സ്വരാജിൻ്റേത്. 3ാമത്തെ നമ്പറിൽ തന്റെ അടയാളത്തിനു നേരെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനു നേരെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ എം സ്വരാജ് മടങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി എം സ്വരാജിന്റെ പ്രതികരണം കാണാം. ഇനി അടുത്തത് ആര്യാടൻ ഷൗക്കത്താണ്. കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി ആര്യാടൻ ഷൗക്കത്ത് മടങ്ങും. താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി മോഹൻ ജോർജ് മടങ്ങും. കത്രിക ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി PV അൻവറും മടങ്ങും. അങ്ങനെ മനോഹരമായ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. വോട്ട് രേഖപ്പെടുത്തി അഭിമാനപൂർവ്വം വിരൽ ഉയർത്തി നിൽക്കുന്ന നമ്മളുടെ വോട്ടർമാരെയും പ്രേക്ഷകർക്ക് കാണാം. നമ്മൾ കാത്തിരിക്കുന്നത് എം സ്വരാജിന്റെ പ്രതികരണത്തിന് വേണ്ടിയാണ്. ഇന്നലെ പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇന്നിപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിലൊക്കെ ചർച്ചാ വിഷയമായ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളോടൊക്കെ വളരെ കൃത്യമായി പ്രതികരിച്ചിരുന്നു അന്ന് ഇടത് സ്ഥാനാർത്ഥിയും അതേപോലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയും ഒക്കെ. നമുക്ക് ആ പ്രതികരണം കേൾക്കാം. ആ പ്രതികരണത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എം സ്വരാജ് ഇപ്പോൾ 202 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ചയാണ്. ഇനി അദ്ദേഹം നമ്മളോട് പ്രതികരിക്കും. മാധ്യമങ്ങളോടുള്ള പ്രതികരണമാണ് നമുക്ക് വേണ്ടത്. മാധ്യമങ്ങളും കാത്തു നിൽക്കുകയാണ്. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പ്രതികരിക്കാം എന്നാണ് എം സ്വരാജ് പറഞ്ഞിരിക്കുന്നത്. ഇടതുമുന്നണിക്ക് വേണ്ടി, ഈ സർക്കാരിന് വേണ്ടി, സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തണം എന്നാണ് തുടക്കത്തിൽ എം സ്വരാജ് പറഞ്ഞിരുന്നത്. അതിനിടയിലാണ് പല വിവാദങ്ങളും നിലമ്പൂർ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതും. ഈ ഘട്ടത്തിൽ നമുക്ക് നിലമ്പൂരിലെ 202ാമത്തെ നമ്പർ ബൂത്തിൽ നിന്ന് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം എം സ്വരാജ് മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. മാധ്യമങ്ങളോട് പ്രതികരിക്കും. നിലമ്പൂർ ഐഷയടക്കം ചെറുപ്പക്കാരടക്കം പ്രായഭേദമന്യേ വോട്ടർമാർ ബൂത്തുകളിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും സുന്ദരമായ കാഴ്ചകളൊന്നാണ്. വീടുകളിൽ ഇരിക്കുന്ന വോട്ടർമാരോട് നിലമ്പൂരിൽ നിങ്ങൾക്ക് വോട്ടുണ്ടെങ്കിൽ, നിലമ്പൂരാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും വോട്ട് രേഖപ്പെടുത്താനായിട്ട് വരിക. ചെറിയ മഴയൊന്നും നിങ്ങൾ കാര്യമായി പരിഗണിക്കേണ്ടതില്ല. മഴയൊക്കെ അവഗണിച്ച് നിലമ്പൂർ ഐഷയെ പോലുള്ള ആളുകൾ, പ്രായം ചെന്ന മനുഷ്യരൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് വരുന്നുണ്ട്. ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പാഠമാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പാഠമാണ്. നിലമ്പൂർ ഇന്ന് വിധി എഴുതുകയാണ്. നിലമ്പൂർ മനസാക്ഷിയുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയാണ് ഇപ്പോൾ എം സ്വരാജ്. നിലമ്പൂരിലെ പോളിംഗ് ബൂത്തിൽ, തൻ്റെ 202 നമ്പർ പോളിംഗ് ബൂത്തിലും, എനിക്ക് തോന്നുന്നു അവിടെ 2 പോളിംഗ് ബൂത്തുകളുണ്ട് എന്നാണ് തോന്നുന്നത്, അവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം ഇപ്പോൾ എം സ്വരാജ് ഇടത് സ്ഥാനാർത്ഥി മാധ്യമങ്ങളോട് പ്രതികരിക്കും. പോളിംഗ് ബൂത്തിലെത്തി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. ആകെ ഇപ്പോൾ റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നതനുസരിച്ച് ഒരു പോളിംഗ് ബൂത്തിൽ മാത്രമാണ് വോട്ടിംഗ് മെഷീൻ തകരാറിലായിരിക്കുന്നത്. അത് വഴിക്കടവിലെ 35ാമത്തെ നമ്പർ ബൂത്തിലാണ്. അവിടെ തീയതിയും സമയവും കാണിക്കാത്തത് കൊണ്ടാണ് പോളിംഗ് ബൂത്ത് ഇതുവരെ വോട്ടെടുപ്പ് തുടങ്ങാത്തത്. ഇപ്പോൾ താൻ വോട്ട് രേഖപ്പെടുത്തിയ സ്കൂളിൽ തന്നെയുള്ള 2ഓ 3ഓ ബൂത്തുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ബൂത്തുകളിലൊക്കെ സന്ദർശനം നടത്തുകയാണ് സ്ഥാനാർത്ഥി എം സ്വരാജ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ മാങ്കുത്ത് സ്വരാജ് വോട്ട് ചെയ്യുന്ന ബൂത്തിലാണ് ഇപ്പോൾ നമ്മളുമുള്ളത്. ഇനി മാധ്യമങ്ങളെ കാണും. വോട്ട് രേഖപ്പെടുത്താനായി അവിടെ വോട്ടർമാർ എല്ലാ ബൂത്തുകളിലേക്കും എത്തുന്നുണ്ട് എന്നുള്ളതാണ്. രാവിലെ ചെറിയ മഴയുണ്ടായിരുന്നു. വഴിക്കടവിലും മഴ പെയ്തു, ഇടക്കരയിൽ മഴ പെയ്തു. മഴയെ മാറ്റി നിർത്തി വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന സുന്ദരമായ കാഴ്ച കണ്ടു. നിലമ്പൂർ ഐഷ വന്ന് പ്രതികരിച്ചു. നമുക്ക് ജയിക്കണ്ടേ എന്നാണ് നിലമ്പൂർ ഐഷ ചോദിച്ചത്.